ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രവേശനോത്സവമൊക്കെ അല്ലേ സ്കൂളുകളിൽ. അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ കുണുവാവെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുക. കുണുവാവേ കുണുവാവെ ഇരിക്കുന്നതൊക്കെ വാ, നമുക്ക് പച്ചാൻ പോവാ. വാ, ഇന്ന് സ്കൂൾ തുറക്കുക. വാ, നമുക്ക് പഠിക്കാൻ പോണം. വേണ്ട വേണ്ട, വീട്ടിൽ ഇരുന്ന് പഠിക്കണ്ട. ഇത്രയും 2-3 മാസം നിന്നില്ലേ മക്കള്? വാ, നമുക്ക് ഇന്ന് സ്കൂളിൽ പോയി. വാ, ടീച്ചർമാര് മുട്ടായി തരും. കരയുന്ന അയ്യയ്യേ, നാണക്കേട്. വാ വാ വാ, നമുക്ക് സ്കൂളിൽ പോയിട്ടേ അത് കഴിഞ്ഞ് ഇന്ന് ഇച്ചിരി നേരമേ പഠിത്തം. ഇന്ന് അവിടെ ടീച്ചർമാർ പായസവും അടപ്രഥമനും ഒക്കെ വെച്ച് കുടിച്ചിട്ട് നമുക്ക് ഇനി പോരാവാ. അപ്പൊ നമുക്ക് പോവാൻ കഴിച്ച്. നമ്മൾ ആദ്യം സ്കൂളിലോട്ടൊന്നല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു സ്കൂളിൽ നിന്നൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓർമ്മ പുതുക്കല്. ഓർമ്മ പണ്ടിന്റെ ഇതല്ല വലിച്ചഴച്ചോണ്ടാ പോകുന്ന. ഞാൻ ഈ റോട്ടിൽ കൂടെ കമ്പിനെ വലിച്ചഴച്ച് സ്കൂളിൽ കൊണ്ടിരുത്തും കരലിപ്പിച്ച്. മുത്തിനപ്പോ ഒരാഗ്രഹം, മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടാമ, 2 വശമൊക്കെ കെട്ടിയതാ. അങ്ങോട്ട് പോവാ. നമുക്ക് ബുക്കും റെക്കോർഡും ഒക്കെ മേടിക്കണം. ഓക്കെ, ഞങ്ങളൊന്ന് അഭിനയിച്ചേട്ടാ. മുത്ത് ചുമ്മാതെ പറഞ്ഞാലും കണ്ണ് പറയുന്ന അതങ്ങനെ. എനിക്ക് സ്കൂളിൽ പോകണമെന്നില്ല, പിന്നെ ഈ ഒരു വർഷത്തെ കാര്യം കൂടെ അല്ലേ. പിന്നെ പഠിത്തം നിർത്തുവന്നാ? പിന്നെ കോളേജ് അല്ലേ. ഓ, അതിനും വേണ്ടിയൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ശരി. കോളേജ് എന്ന് പറയുമ്പോഴേ കണ്ണ് നിറയുന്നു. 18 വയസ്സാന്ന് പറയുമ്പോ ഇവിടെ പപ്പയ്ക്ക് നെഞ്ചിനകത്ത് കുത്തല. ഞാൻ പറയാം 18 വയസ്സാവും. പപ്പ പറയാം നീ എന്തിനാ അടിക്കടി തന്നെ ഓർമ്മിപ്പിക്കും. ഓക്കെ, അപ്പൊ പോവാം നമുക്ക്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? എന്തോ ആദ്യം മേടിക്കണ്ട നിനക്ക്? അമ്മയുടെ തിരിച്ചു വരുമ്പോ മേടിക്കാം. അത് നടക്കത്തില്ല. അത് മതി അമ്മ. ഇല്ല, അത് മതി. തിരിച്ചു വരുമ്പോ സുപ്രീമിന്നായാലും മേടിക്കാന്ന് കേറി. ആദ്യം അമ്മയുടെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരെ കോളേജ് ജംഗ്ഷനിൽ വന്ന് വസന്ത ബുക്ക് സ്റ്റോൾസിൽ നിന്ന് ഞാൻ റെക്കോർഡും നോട്ട്ബുക്കും ഒക്കെ മേടിച്ച്. അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന്. അമ്മ പറഞ്ഞ് മേടിച്ചുകൊണ്ടെങ്കിൽ പോയാൽ മതി, വേറെ ജോലിയൊന്നും ഇല്ലല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബുക്ക് മേടിച്ച് ഞാനത് വാങ്ങിക്കുന്നത്. ആരും ഇല്ലേ ഇവിടെ? അതാ പറയുമ്പോ ഞങ്ങള് വരും. ഞങ്ങള് ജോലി ഇല്ലേടെ. ഞാൻ സ്കൂളിൽ ഉറക്കം എഴുതിട്ടിരിക്കുന്നതൊക്കെ. നീ കണ്ണു തുറന്നിട്ട് ഫോണിൽ നോക്കാം. വാ, ഈ വാഴയ്ക്കപ്പം തിന്നാൻ വേണ്ടി 10 ദിവസം ലീവ് എടുത്ത് ഇവിടെ നിന്നേത് കേട്ടാ. ഈ വാഴയ്ക്കപ്പൊക്കെ തിന്നാൻ വേണ്ടി 10 ദിവസം ലീവ് എടുത്ത്. ഇല്ല ഇല്ല, ചുമ്മാതെ. കൊറേ വാഴകൾ നിരന്നിരിക്കുന്നു. സൂപ്പർ, നല്ല ചൂട് വാഴയ്ക്കപ്പം. കട്ട്ലറ്റ് തീർന്ന പിള്ളേരാ. ഇപ്പൊ ഒരു കട്ട്ലറ്റ് ബാക്കിയായി.
ചിട്ടു വെളിയിൽ പോയി. ചന്തു ഹായ്. വെളുത്തല്ലോടാ നീ വീട്ടിൽ. സെപ്റ്റംബറിൽ 10 വയസ്സാവുക. തമ്പുനെ ആദ്യമായിട്ടാ കാണിക്കുന്നേന്ന് തോന്നുന്നു. ആ ഷോർട്സ് ഇട്ടിട്ടുണ്ട് നമ്മള്. എനിക്കൊരു ലഡുവാ എന്നാ തമ്പു. തമ്പു എന്നാ തമ്പുഷ്മായി മോളെ പോട്ടെ മോളെ. ആദ്യം മോളെ ടാറ്റാ സീ യു. വീഴല്ലേ പൊന്നെ, അടുത്ത ഹോസ്പിറ്റലിൽ കയറേണ്ടി വരും. മീനാക്ഷിയെ കണ്ടാല് അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് സായി പല്ലവി എന്ന്. മീനാക്ഷി ആരൊക്കെയോ പറഞ്ഞടി നീ സായി പല്ലവി എന്ന്. കമന്റ് ഇട്ടേ സത്യം ഇല്ലേ അമ്മ? പിന്നെ ബിച്ചുണ്ണനെ എന്തോ സൽമാൻ ഖാൻ എന്നോ എന്നൊക്കെ പറയണമെന്നുണ്ട്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറയുന്നതിനെ അറിയിക്കാം. തിരിഞ്ഞ് നോക്കട്ടെ വരുന്നോ? അല്ലേലും ഇപ്പൊ മീനാക്ഷിക്ക് ഒരു സ്നേഹവും ഇല്ല. സ്കൂട്ടറില്ലായിരുന്നു അവിടെ ഇന്ന്. എന്താ ഞങ്ങൾ അങ്ങനെ തന്നെ അമ്മയുടെ അങ്ങ് ഇറങ്ങി. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എന്നിട്ട് അമ്മൂനെയും വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോത്തോളൂ. അപ്പത്തേക്ക് സാധനങ്ങൾ മേടിച്ച് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരും. അധികം സാധനങ്ങളൊന്നും ഇല്ല, വീട്ടിലേക്ക് തന്നെ ഉള്ള. നമ്മളവിടെ നല്ല രസമായിരുന്നു. വലിയ രസമില്ലായിരുന്നു, എന്നാലും എല്ലാരും ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ എണീച്ച് വന്നപ്പോഴത്തേക്കും വൈബായി. വിച്ചണ വന്നപ്പോഴത്തേക്കും കുറച്ച് കോമഡിയായി അവിടെ. അപ്പൊ നമുക്കിനി ബാക്കിയൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ അമ്മ പോയി. അത് കഴിഞ്ഞ് അമ്മൂനെ വിളിച്ച് ധന്യെ പോയപ്പോൾ ഞാൻ ഒരു കുപ്പി എടുത്ത് സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോയി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മൂനെയൊക്കെ വിളിച്ചതൊന്നും എടുത്തില്ല. അവൾ ഓടിച്ചാടി വണ്ടി കയറിയിട്ട് വേഗം പോകണമെന്നൊക്കെ പറഞ്ഞപ്പം എന്തോ വീട്ടിൽ പോയിട്ട് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പിന്നെ ധന്യെ കയറി സാധനങ്ങൾ മേടിച്ചു. അപ്പം എനിക്കൊരു കുപ്പി ഇഷ്ടപ്പെട്ട് ഞാൻ ആ കുപ്പി എടുത്ത് അതിന്ന് വീട്ടിലോട്ട് വന്ന് ഞാൻ ആദ്യം മുടി ചെടക്കായി മുടി കെട്ടി പിന്നെ മുഖമൊക്കെ കഴുകിയിട്ട് ഏതാണ്ട് ഇവിടെ വന്നിരിക്കുക. അപ്പം അമ്മു ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രഷ് ആവാൻ കയറി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് ഉടനെ വരുന്നതായിരിക്കും.